ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ യുഎസ് ആക്രമണങ്ങളെ ശക്തമായി വിമർശിച്ച് ചൈന. ഇറാനെതിരായ ഇസ്രായേൽ സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നതാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സന്ദേശം ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യു ജിങ് പങ്കിട്ടു. ഇറാനെ ചർച്ചകളിലേക്ക് സമ്മർദ്ദത്തിലാക്കാൻ യുഎസ് വ്യോമാക്രമണം ഇറാനിയൻ സിവിലിയൻ പാലം തകർത്തുവെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് ശേഷമുള്ള ചൈനയുടെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ചൈനീസ് MFA പറഞ്ഞു. ഇറാനെതിരെയുള്ള ഇസ്രായേൽ സൈനിക നടപടികൾക്ക് UN സുരക്ഷാ കൗൺസിലിന്റെ അനുമതിയില്ല, കൂടാതെ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുകയും ചെയ്തു. സിവിലിയൻ സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ചൈന എതിർക്കുന്നു. ബന്ധപ്പെട്ട കക്ഷികൾ ഉടനടി സൈനിക നടപടികൾ നിർത്തി രാഷ്ട്രീയ നയതന്ത്ര ഒത്തുതീർപ്പിന്റെ പാതയിലേക്ക് മടങ്ങുകയും അതിലും മോശമായ മാനുഷിക ദുരന്തം ഒഴിവാക്കുകയും വേണം. ഹോർമുസ് കടലിടുക്ക് ലോകത്തെ മുഴുവൻ ഒരു പിടിയിലാഴ്ത്തിയിരിക്കുന്നതിനാൽ എണ്ണയ്ക്കായി ഇറാനെ വളരെയധികം ആശ്രയിക്കുന്ന രാജ്യമാണെങ്കിലും ചൈന എണ്ണ പ്രതിസന്ധിയിൽ നിന്നും സ്വയം മുക്തമായതായി തോന്നുന്നു. ചൈനയുടെ എണ്ണയുടെ പകുതിയിലധികവും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്, പ്രത്യേകിച്ചും ഇറാനിൽ നിന്നാണ് ലഭിക്കുന്നത്. കെപ്ലറിൽ നിന്നുള്ള ഡേറ്റ പ്രകാരം 2025 ഇറാന്റെ കയറ്റുമതി ചെയ്ത എണ്ണയുടെ 80% ചൈന വാങ്ങി. 2025 ചൈന ഇറാനിയൻ ക്രൂഡിന്റെ ഇറക്കുമതി പ്രതിദിനം 1.4 ദശലക്ഷം ബാരൽ എണ്ണയായിരുന്നു. ഇത് മൊത്തം 10.4 MBD കടൽ വഴിയുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഉൾപ്പെട്ടതാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ആക്രമണം ആരംഭിച്ചപ്പോൾ ആഗോള എണ്ണയുടെയും വാതകത്തിന്റെയും ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ടെഹ്റാൻ മണിക്കൂറുകൾക്ക് ശേഷം തടഞ്ഞപ്പോൾ വർഷങ്ങളായി തയ്യാറെടുക്കുന്നത് പോലെ ഊർജ്ജ പ്രതിസന്ധിയെ നേരിടാൻ ബീജിംഗ് ഇതിനകം തന്നെ തയ്യാറായിരുന്നു. 2021 രാജ്യത്തെ ഒരു എണ്ണപ്പാടം സന്ദർശിക്കുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് രാജ്യം അതിന്റെ ഊർജ്ജ വിതരണ കാര്യങ്ങൾ സ്വന്തം കൈകളിൽ എടുക്കുമെന്ന് പ്രസ്താവിച്ചു. അതിനുശേഷം എണ്ണ വിതരണം ഉറപ്പാക്കാൻ രാജ്യം ഉപയോഗിച്ച പ്രധാന തന്ത്രങ്ങളിലൊന്ന് ചായക്കുടം ശുദ്ധീകരണശാലകളാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, എണ്ണ ശേഖരം, സംഭരിക്കൽ, ഇറാൻ, റഷ്യ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കൽ എന്നിവയാൽ വില കുറഞ്ഞ എണ്ണ മുതലെടുത്ത ചെറുതും സ്വതന്ത്രവുമായ സൗകര്യങ്ങൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മുൻപും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനെതിരായ ഇസ്രായേൽ യുദ്ധത്തിനെതിരെ ചൈന വിമർശനം ഉന്നയിച്ചിരുന്നു. ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമമാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതാണെന്നും ആഗോള ആണവ നിർവ്യാപന ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുമെന്നും പറഞ്ഞു. ആണവ നിർവ്യാപന ഉടമ്പടിയുടെ അധികാരത്തിന് കനത്ത പ്രഹരമാണ് ഈ ആക്രമണങ്ങൾ നൽകുന്നത്. ആണവ നിർവ്യാപന ഭരണകൂടത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു. കൂടാതെ പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോനിങ് ചൊവ്വാഴ്ച ഒരു പതിവ് സമ്മേളനത്തിൽ പറഞ്ഞു. ഇറാനിയൻ സൈനിക ആണവ ബന്ധിത അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യങ്ങൾ ആക്രമണം തുടരുന്നതിനിടെയാണ് ഈ പ്രസ്താവനകൾ വരുന്നത്. ഇറാന്റെ കഴിവുകളുടെ ഒരു ഭാഗം ഈ പ്രചരണം തകർത്തിട്ടുണ്ടെങ്കിലും അത് സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ബാധിക്കുകയും കാര്യമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. 2000-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ പറയുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രസ്താവനകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ച അവസാനം യാസ് പ്രവിശ്യയിലെ യെല്ലോ കേക്ക് ഉൽപാദന കേന്ദ്രമായ ബുഷഹറിലെ ആണവ നിലയത്തിനും ബോണ്ടാബിലെ ഒരു ഖനജല കേന്ദ്രത്തിനും നേരെ ആക്രമണമുണ്ടായി. ബുഷഹർ സൈറ്റിൽ മാത്രമാണ് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഉള്ളതെന്നും സൈറ്റിന് പുറത്ത് ഒരു പ്രകാശനവും കണ്ടെത്തിയിട്ടില്ലെന്നും ഏജൻസി പറഞ്ഞു. എന്നാൽ ഒരു ആണവാപകടം ഒഴിവാക്കാൻ സംയമനം പാലിക്കണമെന്ന ആവശ്യം വീണ്ടും പുതുക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.